കുറേ നാളായിട്ടുള്ള ഒരാഗ്രഹമായിരുന്നു കേട്ടോ, അബുദാബിയിലെ സീ വേൾഡ് ഒന്ന് കാണണം എന്നുള്ളത്. കാരണം ഞാനും എബിച്ചനും ആനിമൽ ലവേഴ്സാണ്. പ്രത്യേകിച്ച് നമുക്ക് മറൈൻ ആനിമൽസിനോട് ഒരു പ്രത്യേക സ്നേഹം തന്നെയാണ്. അപ്പോൾ ഹിഡൻ ജമ്മായിട്ടുള്ള അബുദാബിയിലെ യാസ് ഐലൻഡിലെ സീ വേൾഡ് കാണണമെങ്കിൽ കുറച്ച് കാശ് ചിലവാകുമല്ലോ എന്നുള്ള ഒരു കൺസേൺ കൊണ്ടാണ് ഇത്രയും നാളും പോവാതിരുന്നത്. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ കോയ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ ഏജൻസി ഒരു പുതിയ പേജ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേ ഓഫേഴ്സ് അവർ കൊടുക്കുന്നുണ്ട്. നമ്മളുടെ സീ വേൾഡിലും കുറേ തീം പാർക്സിലും ഒക്കെ നമുക്ക് എൻട്രി വേണ്ടിയിട്ടുള്ള നമ്മൾ പല പല ഡിസ്കൗണ്ട്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അവരുമായിട്ട് അങ്ങോട്ട് കോൺടാക്റ്റ് ചെയ്തു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാനും എബിച്ചനും 2 ടിക്കറ്റ് എടുത്തു. അവിടെ പോയി ഒരു ദിവസം ഫുൾ അടിച്ചു പൊളിച്ചു. ആകെ ഒരു പ്രശ്നം പറ്റിയത്, നമ്മൾ 8 മണിക്ക് അവിടെ എത്തണമെന്ന് വിചാരിച്ച നമ്മൾ 8 മണി ആയപ്പോഴാണ് കണ്ണ് തുറന്ന് രാവിലെ എണീറ്റത്. അധികം ആരും മലയാളീസ് ഒന്നും ഇത്രയും ഡീറ്റെയിൽഡായിട്ട് സീ വേൾഡിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഞങ്ങൾ പോയി അപ്പോൾ എക്സ്പ്ലോർ ചെയ്തു. ഇപ്പം നിങ്ങൾ നാട്ടിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് വരാൻ പറ്റത്തില്ല, ഇത്രയും പൈസ ചിലവാക്കാൻ പറ്റില്ലെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അവിടെ ചെന്നില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടാവില്ല. കാരണം അവിടുത്തെ ഏറ്റവുമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പലതും നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ദുബായിലാണ് താമസിച്ചത്. ഞാനും എബിച്ചനും കൂടി രാവിലെ ഇച്ചിരി ലേറ്റായി പോയി. ഉച്ചയായപ്പോഴാണ് നമ്മളവിടെ എത്തിയത്. ശരിക്കും നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ പോകണം, ഒരു വെളുപ്പിനെ അവിടെ ചെല്ലണം. ഞങ്ങൾ രാവിലെ മെട്രോയിൽ നമുക്ക് പോകാൻ പറ്റുന്നതിൻ്റെ പരിധി എവിടെയാണോ, നമ്മളുടെ ഇബിൻ ബത്തൂത്ത മാളിൽ അവിടം വരെ മെട്രോയിൽ പോയി. പിന്നെ അവിടുന്ന് നമ്മൾ ഇതുപോലെ ബസ് എടുത്തു. നമുക്ക് ദുബായിൽ നിന്ന് അബുദാബിയിലേക്കുള്ള ബസ് ഉണ്ടല്ലോ, അങ്ങനെ ബസ് എടുത്തിട്ടാണ് നമ്മൾ പോയത്. പിന്നെ ബസ് നമ്മൾ അവിടെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ അവിടുന്ന് ഒരു ടാക്സി പിടിച്ചിട്ടാണ് യാസ് ഐലൻഡിലെ സീ വേൾഡിലെത്തിയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഇതുപോലെ ഒരു പോസ്റ്റർ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമുക്ക് കുറേ ഷോസ് ഉണ്ട്. അപ്പം ആ ഷോസ് ചില സമയങ്ങളിൽ ഓരോ അവേഴ്സൊക്കെ ഇടവിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ഷോസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, നമ്മൾ ഏതൊക്കെ ഷോയ്ക്ക് ഏതൊക്കെ സമയത്താണ് പോകുന്നത്. ഇൻ ബിറ്റ്വീൻ നമ്മളൊരു ഉച്ചയാവാറായപ്പോൾ എത്തിയത് കൊണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ലഞ്ച് കഴിക്കണം. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ഫുഡ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കൊണ്ടുപോകാനുള്ളൊരു റൈറ്റ് ഇല്ല കേട്ടോ. കാരണം ഫുഡ് അവിടെ എൻട്രി ഇല്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ പല നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഏത് രീതിയിലുള്ള ഫുഡാണെങ്കിലും അവിടെ അവൈലബിൾ ആണ്. എല്ലാ തരക്കാർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡ് അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇച്ചിരി എക്സ്പെൻസീവ് ആണ് ഫുഡിനൊക്കെ, പ്രത്യേകിച്ച് പിള്ളേർക്ക് അവിടെ അടിച്ചു പൊളിക്കാനുള്ള സ്ഥലമുണ്ട്. ഇത് ചെന്നപ്പോൾ തന്നെ നമ്മളെ വരവേറ്റത് ഈ ഒരു എന്താ പറയുക, സുന്ദരികളാണ് കേട്ടോ. നല്ല കളർഫുള്ളായിരുന്നു അവരെ കാണാൻ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെയുള്ള ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത് ഡോൾഫിൻ ഷോ ആയിരുന്നു. അപ്പോൾ ഡോൾഫിൻ ഏരിയത്തിൽ പോയി ഡോൾഫിൻ ഷോ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് നല്ല വലിയ ഒരു ഹോളായിരുന്നു അത്. അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ശരിക്കും നമ്മളുടെയൊക്കെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്വിമ്മിംഗ് പൂള് പോലെ ആ ഒരു ബ്ലൂ കളർ സെറ്റപ്പൊക്കെ അല്ലേ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഡോൾഫിൻസിന് ഒരു സീൽ എങ്ങനെയാണോ കിടക്കുന്നത് ആ ഒരു രീതിയിൽ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അവരുടെ എല്ലാ ഹാബിറ്റാറ്റും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരുന്നു അവിടെ. പിന്നെ നല്ല പ്രൊഫഷണലിസം ഉണ്ടായിരുന്നു, കുറേ പെൻഗ്വിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഷോ തുടങ്ങിയപ്പോൾ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഏറ്റവും ഫ്രണ്ടിലത്തെ റോസിൽ ഇരിക്കരുത്, അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻഗ്വിൻസ് അവരുടെ അഭ്യാസങ്ങൾ കാണിച്ച് നിങ്ങളുടെ മേത്തേക്ക് വെള്ളം തെറിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന കുട്ടികളൊക്കെ ഏറ്റവും ആദ്യമേ തന്നെ ഫ്രണ്ട് നിരയിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അവർക്കിട്ടൊക്കെ ഡോൾഫിൻസ് നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇൻ ബിറ്റ്വീൻ കേട്ടോ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വൺ എപ്പിക് ഓഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോ ഉണ്ടായിരുന്നു. അതും ഒരു ബ്യൂട്ടിഫുൾ ഷോ ആയിരുന്നു. ശരിക്കും നമ്മൾ ഒരു നമ്മളുടെ ചുറ്റും ഒരു വലിയ സീക്കകത്ത് എന്തൊക്കെ ആനിമൽസ് ഉണ്ട്, അവരുടെ ഹാബിറ്റാറ്റ് അടക്കം എല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന രീതിയിൽ ഇങ്ങനെ ഒരു സീ വേൾഡിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലക്ഷങ്ങൾ കൊടുത്ത് നമ്മൾ ഒരു രാജ്യത്ത് ആർട്ടിക്കിലും അന്റാർട്ടിക്കിലൊക്കെ പോകുന്ന ആ സെയിം എഫക്റ്റിൽ തന്നെ അവിടുത്തെ ഏതൊക്കെ ആനിമൽസ് ഉണ്ടോ, അവിടുത്തെ ഹാബിറ്റാറ്റ്സ് ഉണ്ടോ, ഇതെല്ലാം നമുക്ക് പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റും. അതിനാണ് ഏറ്റവും വലിയൊരു കാര്യം. ആസ്വദിച്ചതിന് ശേഷം നമ്മൾ അടുത്തത് ആർട്ടിക് അന്റാർട്ടിക് ആ ഒരു റീജിയനിലാണ് നമ്മൾ പോകുന്നത്. ശരിക്കും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വേണം ഇവിടെ പോകാനെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് ഷോ ഉണ്ടാവും. ആ ഷോ ഉള്ള സമയത്ത് അല്ലാതെയുള്ള സമയങ്ങളിൽ ഈ പറയുന്ന അതിൻ്റെ അകത്തുള്ള ആനിമൽസൊക്കെ തൊട്ട് താഴെയുള്ള വേറെ കുറേ ഫ്ലോസ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഫ്ലോസിൽ നമുക്ക് അതുവഴി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ അവരുടെ
ലിവിങ് ഹാബിറ്റാറ്റും കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് പഠിക്കത്തക്ക രീതിയിലുള്ള ആ ഒരു സെക്ഷനും ഉണ്ട്. ഷോ ഉള്ളപ്പം അവർ മുകളിൽ വന്ന് ഷോ ചെയ്യും. അത് കഴിഞ്ഞ് താഴെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ഇതൊക്കെ പഠിച്ചു വെച്ച് പോയില്ലെങ്കിൽ നമുക്കിതൊന്നും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, നല്ല ടൈം എടുക്കും. അപ്പോൾ റോക്കി പോയിൻ്റ് ആംഫി തിയേറ്ററിൽ സീ ലൈൻ പ്രസൻറ്റേഷന് മുമ്പ് നമ്മൾ റോക്കി പോയിന്റിൽ പോയിട്ട് ആ സീ ലൈൻസിനെ ഒന്ന് നേരിട്ട് കാണാമെന്ന് വിചാരിച്ചു. ഷോ മുകളിൽ നടക്കാത്ത ടൈമായിരുന്നത്. അപ്പോൾ താഴെ എന്തായാലും അവരുണ്ടാവും, അവരുടെ ഹാബിറ്റാറ്റ്സ് നമുക്ക് കാണാൻ പറ്റുമെന്ന് നമുക്കറിയാം. അപ്പോൾ സീ ലൈൻസിനെയും ആ ഒരു അവരുടെ കളികളുമൊക്കെ നമുക്കൊന്ന് ഒട്ടേഴ്സിനെയും വോൾറസസിനെയൊക്കെ നമ്മൾ കണ്ടതിന് ശേഷം അടുത്ത നമ്മൾ പോയത് അബുദാബി ഓഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു സ്ഥലത്തേക്കാണ്. അവിടെ കാരണം അടുത്തതായിട്ട് നമുക്ക് പേൾ ഡൈവേഴ്സിൻ്റെ ലൈവ് ഷോ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ കടലിൽ പവിഴമുത്തെടുക്കാൻ പോകുന്ന ആൾക്കാരില്ലേ ഡൈവേഴ്സ്, അപ്പോൾ അവരുടെ ആ ഒരു ഷോ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ നമ്മൾ അവിടെ എത്തി. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ സ്പോട്ട് നോക്കുമ്പോഴും ഓരോ ഫോട്ടോ ഫ്രെയിമായിട്ടാണ് നമുക്ക് തോന്നുന്നത്, കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ പേൾ ഡൈവേഴ്സ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ 2 ആർട്ടിസ്റ്റുകൾ വന്നിട്ട് അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു, അമ്മയും മകനുമായിട്ടൊക്കെ. അപ്പോൾ അവരുടെ മക്കൾ ഇങ്ങനെ ഡൈവിങ്ങിന് പോയി കഴിയുമ്പം അവർക്ക് ഉണ്ടാവുന്ന എന്തൊക്കെ ടെക്നിക്സാണ്, അവരുടെ ലൈഫിൽ അവർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഇതുപോലെ മുകളിൽ നമുക്ക് വിഷ്വലി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇന്റർവ്യൂവിൽ അവർ ആക്ടിങ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് പോണ വഴിക്ക് നമ്മൾ സീ ടേർട്ടിലൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഡോറ, നമ്മൾ സിനിമ കണ്ടിട്ടുണ്ടല്ലോ ഫൈൻഡിങ് ദ നീമോ, ആ ഡോറേനെയൊക്കെ കണ്ട് നമ്മൾ അവിടെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം മെയിൻ അജണ്ട ഫുഡ് കഴിക്കാൻ വന്നു. അപ്പോൾ ഷവർമ ഉണ്ടായിരുന്നു, പല ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരോട് കൂടി ആയതുകൊണ്ട് ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിക്കത്ത രീതിയിൽ നമ്മൾ മെക്സിക്കൻ സാലഡും ഒരു ഷവർമയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ നല്ല കുഞ്ഞായിട്ടൊക്കെ എക്സ്പെൻസീവ് ആണ്, നല്ലതെന്ന് പറയുന്നില്ല, ചെറുതായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ റോക്കി പോയിൻ്റ് ആംഫി തിയേറ്ററിൽ നമ്മൾക്ക് സീ ലൈൻ്റെ ആ ഒരു ഷോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ ഒരു ഷോയ്ക്ക് പോയി. ഇതുപോലെ തന്നെ ദുബായ് ഡോൾഫിനേറിയത്തിൽ പോയപ്പോൾ കണ്ട അതിനേക്കാളും എത്രയോ ഇരട്ടി വലിയ തിയേറ്റർ ആയിരുന്നു, വലിയ ഷോ ആയിരുന്നു കേട്ടോ അത്. അതിനുശേഷം പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താ പറയുക,
എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷനിലാണ് ഞങ്ങൾ പോയത്. കാരണം മോൾദീവ്സിൽ പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു വ്ളോഗിൻ്റെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് സ്റ്റിംഗ്രേസിനെ കാണാൻ പറ്റിയില്ല. അവർക്ക് ഫീഡ് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത്. പക്ഷേ അത് നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റും. അവരെ കൈകൊണ്ട് നമുക്ക് തൊട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ എക്സൈറ്റഡ് ആയിട്ടാണ് ഓടിപ്പോയത് ഈ ഒരു സെക്ഷനിലേക്ക്. പിള്ളേർക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. അയ്യോ നല്ല രസമായിരുന്നു. അവരുടെ കുഞ്ഞു പിള്ളേരാട്ടോ, കുഞ്ഞ് റേസാണ് ഇതുപോലെ നമ്മളുടെ ഷോറിലേക്ക് വരുന്നത് കേട്ടോ. ഈ ഒരു സൈഡിലേക്ക് വരുന്നത് നമുക്ക് 2 ഫിംഗേഴ്സ് കൊണ്ട് നമുക്ക് അവരെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ പറയേണ്ടത് നല്ല ഗെയിംസ് ഉണ്ട്. പിള്ളേർക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, അവർക്ക് വിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗെയിംസ് ഉണ്ട്. മാത്രമല്ല അവിടുത്തെ വാഷ്റൂമൊക്കെ നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ് കേട്ടോ. എൻഡ്ലെസ് ഓഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഷോ കാണാൻ വേണ്ടിയിട്ടാണ് എൻഡ്ലെസ് ഓഷനിൽ നമ്മൾ പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ പോകേണ്ടത് ഈ ഒരു എൻഡ്ലെസ് ഓഷൻ എന്ന് പറയുന്ന സെക്ഷനിലേക്കാണ്. കാരണം സീ ഷാർക്ക്, റേസ്, ന്യൂമറസ് ആയിട്ടുള്ള സ്കൂളിംഗ് ഫിഷ്, അനേകം മറൈൻ ആനിമൽസ് അടങ്ങുന്ന ഡൈവേഴ്സ് ഹാബിറ്റാറ്റിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ ആയിട്ടുള്ള അക്വേറിയം നമ്മളുടെ ഈ എൻഡ്ലെസ് ഓഷനിലാണുള്ളത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് കാണുമ്പോൾ ഞാൻ പറയുന്ന അതിൽ എത്രത്തോളം കാര്യമുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ.
പ്ലസ് ഓഷ്യൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ മനസ്സിലായല്ലോ ഒരു ദിവസത്തെ പകുതിയും അവിടെ സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ടെന്ന്. ഇതിനുശേഷം നമ്മൾ പോയത് മൈക്രോ ഓഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനിലായിരുന്നു. ഇതാണ് പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സെക്ഷൻ. കാരണം നമ്മളുടെ ഓഷ്യനിലുള്ള വൈബ്രൻറ്റ് റീഫ് ക്യാരക്ടേഴ്സ് ഇല്ലേ, ലൈക്ക് ജെല്ലി ഫിഷ്, പിന്നെന്താണ് നമ്മളുടെ നീരാളി, അതും അല്ലെങ്കിൽ ടേർട്ടോയ്സ്, അങ്ങനെയുള്ള ഓരോ ആനിമൽസിൻ്റെ മൂവ്മെൻറ്റ്സിന് നമുക്ക് പഠിക്കാൻ പറ്റുന്നതും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ആ ഒരു ഫണ്ണി റൈഡ്സ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. നല്ല രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ്. ഓരോന്നും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങൾക്ക് ഒരു റൈഡ് മിസ്സായി, കാരണം കുറച്ച് സമയമേ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ രാവിലെ പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടില്ല. കാരണം അത്രയ്ക്ക് നമുക്ക് എൻജോയ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ ഓൾറെഡി 6 മണി 6:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സമയത്ത് കുറച്ചുകൂടെ നമുക്ക് കാണാനുണ്ട് കേട്ടോ. അപ്പം ഇനിയും കണ്ടു തീരാത്ത എല്ലാ സെക്ഷനുകളോട് കൂടി ഓടിച്ച് ഞങ്ങളിങ്ങനെ ഒന്നുകൂടെ കണ്ടു. കാരണം ഇവരെ നമുക്ക് ഇത്രയും അടുത്ത് കാണാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വാൽറസിനെ. അപ്പോൾ ഇവരെ നമ്മൾ നേരിട്ട് ഒന്നുകൂടെ പോയി കണ്ട് എൻ്റെ ആ ഒരു ആഗ്രഹം ഞാൻ തീർത്തു കേട്ടോ. അങ്ങനെ റീജിയൻസ് ഫസ്റ്റ് മറൈൻ ലൈഫ് തീം പാർക്കിനോട് യാത്ര പറയേണ്ട സമയമെത്തി. ശരിക്കും മനസ്സിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു. കുറച്ചുകൂടെ രാവിലെ ഒന്ന് എഴുന്നേറ്റിരുന്നെങ്കിൽ ഇവരെ കൂടുതൽ സമയം നമുക്ക് കാണാൻ പറ്റിയിരുന്നല്ലോ എന്ന് നമ്മൾ വിചാരിച്ചു. ഇതെല്ലാം നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് സോവനീഴ്സ്, ഏതൊക്കെ ക്യാരക്ടേഴ്സ് വേണം, എന്തൊക്കെ സാധനങ്ങൾ വേണം, എല്ലാം അവിടെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ സേവ് ചെയ്തോളൂ. കാരണം നമ്മളുടെ കോയ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ ട്രാവൽ ആ ഒരു ഏജൻസി വഴിയാണ് നമ്മുടെ ഇവിടെ വന്നത്. അപ്പോൾ എക്സൈറ്റഡ് ആയിട്ടുള്ള ഓഫേഴ്സ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന കോയ ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ പേജിൻ്റെ അകത്ത് IMA എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10% അഡീഷൻ ആയിട്ടുള്ള ആ ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ഫാമിലി ആയിട്ട് നിങ്ങൾ പിള്ളേരുടെ കൂടെ അടിച്ചു പൊളിക്കാൻ പറ്റിയ മറ്റൊരു ഹിഡൻ ജെം ഞാൻ പറഞ്ഞു തന്നിരിക്കുകയാണ്. എല്ലാവരും പോരെ, അടിച്ചു പൊളിച്ചോളൂ. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ ആണെങ്കിലും യൂട്യൂബ് കമൻസിലൂടെ ആണെങ്കിലും നമ്മൾ അറിയിക്കണം. അപ്പോൾ എല്ലാവരും സീ വേൾഡിലേക്ക് പോകുന്നുള്ളൂ കേട്ടോ.